ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇതാ ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ട് വന്നത്. കുറേ നാൾക്ക് മുന്നുള്ള ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അതിൽ പിന്നെ വ്ളോഗ് എടുക്കുകയും വീഡിയോ എടുക്കുകയും എല്ലാം ടൈം കിട്ടിയിട്ടില്ല എന്നിട്ട് അതിൽ കുറേ ആൾ കമൻറ്റിൽ ചെന്നിട്ട് ഇന്നാറ് വ്ളോഗ് ഇടോറുണ്ടല്ലോ, പിന്നെ ടൈമേ കിട്ടിയിട്ടില്ല എന്നിട്ട്. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ഫ്രൈഡേ എടുത്ത് വെച്ച വീഡിയോ കുറേ ഒരു വാരമെല്ലാം കഴിഞ്ഞിട്ട് ബീച്ചിൽ പോയപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തത്. അത് ഞാൻ നിങ്ങളുടെ ഇപ്പോൾ ഷെയർ ആക്കിക്കൊണ്ടില്ലേ. ഇപ്പോൾ കണ്ടിലൂടെ എല്ലാം മല വന്നിടത്തില്ല, ചുമ മല അല്ല, തിൽ മല വന്നിട്ട് നിലല്ല കണ്ടില്ലേ, മണ്ണെല്ലാം ഇങ്ങനെ ചെണ്ടിയത് നല്ലൊരു ക്ലൈമറ്റ്. മല വന്നിങ്ങനെ നോക്കുകയെ കുസ്തിയോടെ ഇങ്ങനെ പുറത്തല്ല മല ചെന്നെങ്കിൽ ರಾಯ್ತ പോലെ ചുമ മല ಬಂದಿಲೂಡೆ അവിടെ വർഷത്തിൽ ഓർക്ക ജണ്ട് വട്ടത്തിൽ ഒരു ചെണ്ട് മുൻപെട്ട വന്നെങ്കിൽ വന്നിട്ട് അത് ചുമ നല്ല മല ಬಂಡೆ അങ്ങനെയില്ല, തെൽ വന്നിട്ട് പോണ്ടു. പിന്നെ ചെടിൽ മിന്നല നല്ല ചെടിൽ മിന്നല ഇക്കറ് ചില സമയത്ത്. ഇപ്പം ചെടിൽ മിന്നെന്തില്ല ಅಂತ ಗೊತ್ತೇ ಇಲ್ಲ ಅಂತ ಮಲೆ വന്നത് ഇങ്ങനെ പുറത്ത് പറയുമ്പോൾ ಗೊತ್ತಾಯಿದೆ. അപ്പോൾ ഞങ്ങൾ ഇതാ ബീച്ചിൽ പോകുന്നു, പുറത്തായിരെ ബീച്ചിൽ പോകുന്നു, പിന്നെ എല്ലാം ഒന്ന് പുറത്ത് പോയിട്ട് വരാണ്ട് അങ്ങനെ പുറത്തായിരെ. അപ്പോൾ ഇപ്പോടെ നല്ല ക്ലൈമറ്റ് ചെന്നെങ്കിൽ ചളി ಎಲ್ಲത്തിൽ ಕೊರಡಿಯಾಯಿಡು. സാധാരണ ഈ ടൈം ആകുമ്പോൾ നല്ല ചളിക്കറ്. ഈ കുറിത്തിൽ ചളി ಎಲ್ಲത്തിൽ ಬೇಗ ನಿಂಡ್ರು ಕೊರಡಿಯಾಯಿಡು. ഇല്ലെങ്കിൽ ഒരു 1 വീക്ക് 2 വീക്സ് എല്ലാം മുന്നോളം നല്ല ചളിയുണ്ട്. ഓടി ചെന്നെങ്കിൽ ചളിയായെങ്കിലും ചൂടായെങ്കിലും ഭയങ്കരമായിട്ടിക്കറ്. ചൂടായെങ്കിൽ ഭയങ്കര ചൂടായിട്ടിക്കറ്, ചളിയായെങ്കിലും അതേപോലെ നല്ല ചളിയായിട്ടിക്കറ്. അപ്പോൾ ഇപ്പോൾ തെൽ കൊറോടിയായിട് ചളിയല്ല. ഈ കുറി അല്ലെങ്കിൽ തെൽ വേഗം ചളി നിൻ്റെ പോലെ ആയിട്. സാധാരണ ഈ ടൈമിൽ നല്ല ചളിയുടെ ടൈം ഇത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് സ്കൂൾ വിടറേ ഞങ്ങൾ കൈത്താൻ സ്കൂൾ ചെന്നെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ ഇവിടേക്ക് മക്ക പോകണ്ടേ, ഇന്ത്യൻ സ്കൂൾ ഇത്. അപ്പോൾ ഇവിടെ സ്കൂളും അങ്ങനെ വെക്കേഷൻ ചെന്ന് ഇപ്പോൾ സമ്മർ വെക്കേഷൻ ഞങ്ങൾക്ക് ജൂൺ ജൂലൈലായിട്ടിക്കറ് സമ്മർ വെക്കേഷൻ വേണ്ട. ജൂൺ ജൂലൈ ಆಗಸ್ಟ್ ഒരു പാതി തോലെ ഇക്കറ്, ഓൾമോസ്റ്റ് ഒരു 3 ಮಂತ್ തോലെ ರಜೆ ഇക്കറ്. ഒരു ജെൻഡർ തിങ്കൾ എന്തായാലും ഇക്കറ്, ജെൻഡർ ഒരു 3 ತಿಂಗಳು തോലെ ഇക്കറ്. ആ ടൈമിലായിട്ട് ഇക്കറ് ഭയങ്കര ചൂട് സമയ ജൂലൈ ആ ടൈമിലല്ല. അത് ഞങ്ങൾ ഇപ്പോൾ സ്കൂൾ അത് ഓഗസ്റ്റ് ലാസ്റ്റ് സ്റ്റാർട്ട് ആയെങ്കിലും പിന്നെ സെപ്റ്റംബറിലും ആ ടൈമിലെല്ലാം നല്ല ചൂടായിട്ട് ഇക്കറ്. സെപ്റ്റംബറിലും പിന്നെ ഒക്ടോബർ നവംബർ ആ ടൈമാണ് നല്ലൊരു ക്ലൈമറ്റ് പറയുണ്ടായെങ്കിൽ. അത് ചൂട് ചെന്ന പോലെ ഭയങ്കര ചൂടായിട്ടിക്കറ്. പുറത്തില്ലെങ്കിൽ ഇങ്ങനെ തീരെ മുട്ടുന്നതിൻ്റെ പോലെ അത്രയ്ക്കും ചൂടായിട്ടിക്കറ് ആ സമയത്തെല്ലാം. പിന്നെ ഞങ്ങൾ ആ ടൈമിൽ ഞങ്ങൾ ರಾಯ್ತು ಬಂಡಿಂಗ್ ರಾಯ್ತು നല്ല മലമായിട്ടിക്കറ്. ഞങ്ങൾ ഭർത്തിയിൽ ഗവാത്ത് പോലത്തെ മല ആയിട്ടിക്കറ് ജൂൺ ജൂലൈയിലല്ല. ഇപ്പോൾ മക്ക സ്കൂളിൽ പോകേണ്ടെങ്കിലേക്കുമ്പോൾ ആ ടൈമിലേ പറയുക അവിടെ ರಾಯ್ತಿಗೆ അല്ലാത്തപ്പോൾ പോണു പോകില്ല. അപ്പോൾ അങ്ങനെയല്ല. ഇവിടെ വെക്കേഷൻ ഇപ്പോൾ ഫൈനൽ എക്സാം ഇവിടെ എങ്ങനെ ചെന്നെങ്കിൽ ഇപ്പോൾ ഫൈനൽ എക്സാം ഇതാ ഇപ്പോൾ ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ആവും. ഫെബ്രുവരി ഈ തിങ്കൾ 22nd ഫൈനൽ എക്സാം സ്റ്റാർട്ട് ആയെങ്കിൽ അതിൽ പിന്നെ ഞങ്ങൾ ഇപ്പോൾ എക്സാം ആവില്ല. എക്സാം കഴിഞ്ഞിട്ട് ഒരു 10 to 15 days രജിക്കറ്. അത്രമേ 15 days വയ്ക്കില്ല, അത് ഉൾഗമേ അത്രമേ രജിക്കറ്. ആ രജ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുതിയ ക്ലാസ് ഇപ്പോൾ സ്റ്റാർട്ട് ആവിടുക. പുതിയ ക്ലാസ് സ്റ്റാർട്ടായിട്ട് ഫസ്റ്റ് ടേം എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് സമ്മർ വെക്കേഷൻ വേണ്ടേ. ഒരു ടേം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ വെക്കേഷൻ സ്റ്റാർട്ട് ആവിടെ. ഇതിപ്പോൾ ഞങ്ങൾ ഇതിൽ സ്പൈസസ് എല്ലാം എടുക്കുന്നുണ്ട്. സ്പൈസസ് ചെന്നെങ്കിൽ ഞങ്ങൾ നട്ട്സ് എല്ലാത്തിൽ എടുക്കുകയുണ്ട്. അപ്പോൾ ಬಂದರೆ ഈ ഒരു ഷോപ്പ് കണ്ടാറല്ലോ, ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പ്, മലയാളിങ്ങമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നല്ല ഇവിടെ എല്ലാം ഉണ്ടോ, ഞങ്ങൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനത്തെ മല്ലിപ്പൊടി, കൊത്തമ്പരി പൊടി അങ്ങനത്തതെല്ലാം ഇവിടെ ഉണ്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തിട്ടില്ല, ഞാൻ ರಾಯ್ತು വരുമ്പോൾ ಕೊಡ್ನದೆಲ್ಲ ഉണ്ട് ಅದೆಲ್ಲ. പിന്നെ ഇതിൽ നട്ട്സ് എല്ലാം എടുക്കുകയുണ്ട്. അങ്ങനെ ಬಂದರೆ കുറേ ಐಟಮ್ಸ್ಗೆಲ್ಲ ಆಫರ್ ಇಂತು, ಎಲ್ಲ ಐಟಮ್ಸ್ಗಿಲ್ಲ ಪ್ರೈಸ್ ಎಲ್ಲ ಕಂಡಲ್ಲ, കുറേ ಐಟಮ್ಸ್ಗೆ ಮಾತ್ರ ಆಫರ್ ಇಂತು. നട്ട്സ് എല്ലാം നല്ല ಇಂತು. അപ്പോൾ ഈ ഒരു നട്ട്സ് കണ്ടില്ല, ഇത് കാണുമ്പോൾ ഞങ്ങൾ ചക്കക്കുരു ഉണ്ടല്ലേ അതേപോലെ ഉണ്ടോ, ഞങ്ങൾ വേപ്പാട്ടിട്ട് ഉണക്കിയ ചക്കക്കുരുക്കടല്ലേ മേലിൻ്റെ തോലെടുത്ത് അതേപോലെ സെയിം ബ്രസീലിയൻ നട്ട്സ് ഇത് കാണുമ്പോൾ ചക്കക്കുരുടെ അതേപോലെ ഉണ്ട്. അപ്പോൾ നട്ട്സ് എല്ലാം എടുത്തിട്ട് ഇപ്പം ഞങ്ങൾ ബീച്ചിക്ക് പോയോണ്ടില്ലേ. ആ കണ്ടിതുണ്ടല്ലേ, അത് കുവൈറ്റ് സിറ്റി. അത് കുവൈറ്റ് സിറ്റിയുടെ ഞങ്ങളുടെ റൂമിൽ ചുമയില്ല, കുറേമേ ഉള്ളു, വേഗം എത്ര. പിന്നെ ഇത് ഞങ്ങൾ ഇപ്പോൾ എല്ലാം ഇതിൽ കവറാവില്ല ചെന്ന്. ഞാനിത് കാറിൽ പോകുമ്പോഴത്തേക്ക് വീഡിയോ ആക്കി പോകണ്ടേ, അത് മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ ഇവിടെ ക്ലൈമറ്റെല്ലാം ഇപ്പോൾ കണ്ടല്ലോ നല്ല ക്ലിയർ ഉണ്ടോ. ചില സമയത്ത് നല്ല ധൂൾ കാത്തെല്ലാം പറയുന്നുണ്ട്. ധൂൾ കാത്തെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ധൂളായിട്ടിക്കറ്. അത് ചില സമയത്ത് ഭയങ്കര ധൂൾ കാത്തെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഫുള്ള് എന്ത് കാണില്ല, ഫുള്ള് ക്ലിയർ ആയിക്കില്ല. ഇപ്പം നല്ല ക്ലൈമറ്റ് ഇവിടെ, ക്ലൈമറ്റ് വേഗം ചേഞ്ച് ആവിടെ, പെട്ടെന്നായിട്ടിക്കറ് കാലാവസ്ഥ എല്ലാം ചേഞ്ച് ആവിടെ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് കുവൈറ്റ് സിറ്റിയിലുള്ള വലിയ പള്ളി, ഇത് മസ്ജിദുൽ കബീർ ചൊല്ല വലിയ പള്ളി. ഇവിടെ മിഷാരി ಎಲ್ಲ ಫಸ್ಟ್ ಎಲ್ಲ ರಮದಾನ್ಲಲ್ಲಿ ಇಮಾಮಾಯಿಟ್ಟೆಲ್ಲ ಇಕ್ಕರಿ ಪಲ್ಲಿಲು.
ഇതുകൂടെ ബീച്ച് എത്തുകയത്ത് ഇവിടെ ഞങ്ങൾ ബീച്ചിൽ ഇപ്പം ഞങ്ങൾ ചില പക്കമെല്ലാം ഇവിടെ ഫോട്ടോസും പിന്നെ വീഡിയോഗ്രാഫി എല്ലാം അലോഡ് അല്ലാത്ത പക്കം ഉണ്ട് ഇവിടെ ഞങ്ങൾക്ക് അങ്ങനത്തെ പക്കത്തെല്ലാം അങ്ങനെ എടുക്കുകയാവില്ല. അപ്പോൾ ഇതാ ബീച്ച് എത്തിയത് കണ്ടല്ലേ. ഇവിടെ ഇപ്പോൾ എത്ര റഷില്ല, ആളാറ് വന്ന് തുടങ്ങിയിട്ടില്ല, വന്ന് തുടങ്ങിയിട്ട് എത്ര വണ്ടെത്ര. ഇതിപ്പോൾ ഉച്ച സമയത്ത് ഞങ്ങൾ വന്നേ, ഉച്ച കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയമുണ്ടല്ലേ, ആ ഒരു ടൈമിൽ നല്ല ആ ഒരു ഉച്ചത്തെ ബെയിലും ഉണ്ട്. ഉച്ചത്തെ വന്ന് ആ ഒരു അസറ് ബെയിലുണ്ടല്ലോ, ആ ഒരു ബെയിലും ഉണ്ട്. പിന്നെ ചൂടില്ല ബെയിലുക്ക്. ഇപ്പോൾ ചൂടില്ലാത്തത് കൊണ്ടിട്ട് വലിയ പ്രശ്നമില്ല. പിന്നെ ആ കാണേണ്ടതുണ്ടല്ലോ കടലിൻ്റെ നടുക്ക്, അത് കടൽ മാർഗ്ഗം. അത് കുറേ ദൂരത്തിലുള്ള ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ മുട്ട പോലെ കാണല്ലേ, മുട്ടത്തിൽ പോലെ കുറേ ദൂരത്തിലത് ഇങ്ങനെ ചുറ്റിയിട്ടില്ലേ. അത് കുറേ ദൂരത്തോളം ഉണ്ട്. ഞങ്ങൾ വേണമെങ്കിൽ അതിലേ പോവാം. പിന്നെ ഇവിടെ ഇപ്പോൾ ബീച്ചിಗೆಲ್ಲ ಬಂದಾರಲ್ಲ ಪಾರ್ಕ್ ಬೀಚಿಗೆ ಬಂದು ಸುಬೇತೋಲು ದೇಕ್ಕಿರಂಗ ഉള്ളാറ്. സുബൈത്തോല് ജാവ് ഫുഡെല്ലാം എടുത്ത് വന്നിട്ട് ഫുൾ ഫാമിലി ആയിട്ടെല്ലാം വന്നിട്ട് സുബൈത്തോല് വെച്ചിട്ട് അങ്ങനെ പോകണമെങ്കിൽ ഉള്ളാറ്. ഞങ്ങൾ വേണ്ട ചിലപ്പോൾ ഇപ്പം ഞങ്ങൾ കുറേ സമയത്ത് അങ്ങനെ വന്നിട്ട് ഞങ്ങൾ പിന്നെ സുബൈത്തോല് തേക്കില്ല. തേഴ്സ്ഡേ നൈറ്റെല്ലാം വന്ന് മാക്സിമം 1 ಗಂಟೆ ಜಾವತ್ತೋಲೆಲ್ಲ ತೆಚ್ಚಿಟ್ಟು ಮಕ್ಕಳೆಲ್ಲ കുറേ ಬೇರೆ ಫ್ಯಾಮಿಲಿയും ಇದೆಲ್ಲ ಇಕ್ಕಿರಲ್ಲ. ഞങ്ങൾ മക്കളെല്ലാം കളിച്ചിട്ട് 1 ಗಂಟೆ ಜಾವತ್ತೋಲೆಲ್ಲ ತೆಚ್ಚಿಟ್ಟು പിന്നെ ഞങ്ങൾ പോകണ്ട സുബൈത്തോല് തേക്കിടങ്ങൾ ഒരു അറബിങ്ങല്ല ആറ് അങ്ങനെ വേണ്ട എല്ലാം ആയിട്ടേ വേണ്ട. ഇവിടെ തേക്കും ഫുഡും ചായയും എല്ലാം ആയിട്ട് വന്നിട്ട് സുബൈത്തോല് തെച്ചിട്ട് പിന്നെ അങ്ങനെ സുബൈയാകുമ്പോൾ പോകണ്ടേ അങ്ങനെ പോകണ്ടെങ്കിൽ ഉള്ളാറ്. ഇതിപ്പോൾ മോളിതാ കളിക്കായിട്ട് സ്കേറ്റിംഗ് ഷൂ എല്ലാം ആയിട്ട് വന്നേ. പിന്നെ മക്കളോട് ചെന്നെങ്കിൽ ഇങ്ങനെ നല്ല കളിക്കൊണ്ടെല്ലാം ഒന്നെങ്കിൽ പാർക്ക് ബീച്ചിക്ക് അങ്ങനെ പറഞ്ഞത്ര ചെന്നെങ്കിൽ റൂമിലെല്ലാം ഞങ്ങൾക്ക് പുറത്തെല്ലാം പോയിട്ട് ഇങ്ങനെ കളിക്കുക എല്ലാം ഇത്ര സ്പേസ് സിക്കില്ല. ചെന്ന രായത്തെ പോലെ ജാലിൽ പോയി കളിക്കുക അങ്ങനെയെല്ലാം ആവില്ല. പിന്നെ ഞങ്ങളെ ബിൽഡിങ്ങിൽ കുറേ മലയാളീസ് ഫാമിലീസെല്ലാം ഉള്ളാറ്, മക്കളെല്ലാം ഉള്ളാറ് കളിക്കിടാറ്, കുറേ മക്കളെല്ലാം ഉള്ളാറ് കളിക്കിടാറ്. ഇപ്പോൾ കണ്ടിലൂടെ മീൻ പിടിച്ചുകൊണ്ടുള്ളാറ്. ഇവിടെ ഇപ്പം ഞങ്ങൾ ചുമ നേരം നിൽക്കില്ല, കുറേ നേരം കളിച്ചിട്ട് ഇപ്പം മോള് കളിച്ചിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ പോവാണ്ട് കുറേ നേരം കളിച്ചിട്ട് ഫോട്ടോസ് എല്ലാം എടുത്ത് ഇനിയിപ്പോൾ ഞങ്ങൾ പോവാണ്ട് ഇതാ പോണ് പുറത്തേക്ക് മകരിവിടെ മുന്നേ പോവാണ്ട് അങ്ങനെ ഇതാ ഇനിയിപ്പോൾ ഞങ്ങൾ പോകണ്ടേ. ചുമ നേരം നിന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടെ റഷ് ആവുണ്ടായെങ്കിൽ മകരിബ് കല്യാണം, മകരിബ് കഴിഞ്ഞാൽ പിന്നെ നല്ല റഷ് ആവിടും. ഇത് കണ്ടില്ല, ഇത് ഫിഷ് മാർക്കറ്റ്. ഞങ്ങൾ ഫിഷെല്ലാം എടുക്കും വേണ്ടി ഊടേക്ക് വേണ്ടി സിറ്റിയിലുള്ള ഫിഷ് മാർക്കറ്റ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ടൈം ചെന്നെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ 4 മണി കുരുടിയും 5 മണി 6 ഇപ്പോൾ ടൈം. അതുവേ ഒരു 2 വീക്സ് എല്ലാം മുന്നോല്ലോ ഞങ്ങൾ ഇപ്പോൾ മകരിബ് 5:30 മകരിബ് ബാങ്ക് അവിടെ 5:30. അതുവേ കുറേ ഒരു 2 വാരെല്ലാം മുന്നോല്ലോ 5 ಗಂಟೆ മുന്നോലെ മകരിബ് ആയിട്ട് അതായത് 4:55 58 ഇങ്ങനെ മകരിബായിട്ട് 6:30 ഉൾഗമേ ഇഷ ബാങ്കെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചുമ കുറേ ജാവും 4 മണി കുരുടി അങ്ങനെ ആയിട്ടേക്ക് ഇപ്പോൾ ടൈം. അതിപ്പോൾ ലേറ്റായിട്ട് ഇപ്പോൾ 5:30 വന്നിത്തിരി മകരിബ് ബാങ്ക്. അതുവേ ചില സമയത്ത് ഞങ്ങൾക്ക് ജാവ് കുരുടിയും 4 മണി 6 അങ്ങനത്തെ ടൈമും കിട്ടുക. അങ്ങനത്തെ ടൈമിലെല്ലാം ചിലപ്പോൾ ഞങ്ങൾ റംലാനെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ ചില റംലാനെല്ലാം അങ്ങനെ പണ്ട് 4 മണി 6 ജാവ് കുരുടി അതായത് 3 ಗಂಟೆ മുന്നേ സുബൈ ബാങ്ക്. പിന്നെ മകരിബ് 6:30 6:45 7 ಗಂಟೆ ആ ഒരു ടൈം. അപ്പോൾ അത്രത്തോളം ലോങ് ടൈം ഞങ്ങൾ നോമ്പ് അങ്ങനത്തെ സമയം ഞങ്ങൾ കിട്ടിയത് റംലാനിലെല്ലാം. അപ്പോൾ അങ്ങനത്തെ ടൈമെല്ലാം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് റൂമിലെല്ലാം ദിക്കിറങ്ങി അത്ര കൊന്തല്ല പുറത്തെല്ലാം സോറാക്കിടാറില്ല. ബാച്ചിലേഴ്സുകളെല്ലാം പുറത്ത് സോറാക്കിടങ്ങെല്ലാം നല്ല ബുദ്ധിമുട്ടായിട്ടിരിക്കുക അങ്ങനെ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഗൾഫിൽ നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ രാത്രി അത്ര ബുദ്ധിമുട്ടുമില്ല, ഗൊന്താവില്ല. ഞങ്ങൾ റൂമിലേ ഉള്ളത് കൊണ്ടിട്ട് ഞങ്ങൾ ഗൊന്താവില്ല അത്ര നോമ്പെല്ലാം വലിയ ബുദ്ധിമുട്ട് അങ്ങനെ ഗൊന്താവില്ല. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഞങ്ങൾ പോകണ്ടേ റൂമിൽ പോകണ്ടേ. അതിടയ്ക്ക് ഞങ്ങൾ ഫുഡൊന്ന് കഴിക്കണം, ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ റൂമിൽ പോകണ്ടേ. അപ്പോൾ ഇതാ ഫുഡ് കഴിക്കണമെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് വന്നേ കണ്ടില്ലേ. ഇത് റിഗയിലുള്ള റെസ്റ്റോറൻറ്റ്. ഇതിപ്പോൾ ഈ അടുത്ത് ഇത് തുടങ്ങിയപ്പോൾ നല്ല റഷ് ഉണ്ട്, ഫുള്ള് റഷ് ആയിട്ടുണ്ടെങ്കിൽ 1-2 വട്ടം വന്നിട്ട് മടങ്ങിപ്പോയ ആളുണ്ട്, തിരിച്ചു പോയ ആളുണ്ട് ക്യൂ നിന്നിട്ടില്ല, അത്രക്കും റഷായിട്ട്. ഇപ്പോൾ പിന്നെ കുറേ വട്ടം വന്നണങ്ങ, ഇപ്പം അത്ര റഷില്ല കണ്ടില്ല, ഇപ്പം അത്ര റഷില്ല, കുറേ വട്ടം വന്നണങ്ങ ഇപ്പം. ഇവിടെ ഞങ്ങൾക്ക് കോഴിക്കോട് നല്ല ചിക്കൻ ദം ബിരിയാണി, പിന്നെ അതേപോലെ കോഴിക്കോട് സ്റ്റൈലുള്ള ഫുഡെല്ലാം കിട്ടുക. നല്ല ഒരു ലഗോൺ ചിക്കൻ്റെ ബിരിയാണി, പിന്നെ ബീഫ് ബിരിയാണി അതെല്ലാം കിട്ടുക, നല്ല ഫുഡെല്ലാം കിട്ടുക. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഓർഡർ ആക്കിയതാണ് ഹീറോ മാമ്പഴപ്പുട്ടും പിന്നെ അതുപോലെ ബീഫ് ഇത്, പിന്നെ വെജ് നൂഡിൽസ് ചിക്കൻ ബിരിയാണി ഇത് ഞങ്ങൾ ഓർഡർ ആക്കിയത്. വെജ് നൂഡിൽസ് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട്, മോൾ തീരെ നോൺ വെജ് എന്തും തിന്നില്ല, അതായത് മീൻ മുട്ട അങ്ങനത്തെ എന്തോ ചിക്കൻ എന്തും തൊട്ട് നോക്കില്ല, പ്യോർ വെജിറ്റേറിയൻ്റെ ചൊല്ല.
അപ്പോൾ പിന്നെ ഇത് ബിരിയാണി ലഗോൺ ചിക്കൻ്റെ ബിരിയാണി ಅವರು നല്ല ದಮ್ಮಾയിട്ടുള്ള ಅವರು ബിരിയാണി പിന്നെ മാമ്പഴ പൊടിച്ചത് ഇത് മാങ്ങര പുട്ടിത് ಅವರು മാങ്ങര ഇത് പൽപ്പെല്ലാം ഇട്ടിട്ട് ചെറിയ ചെറിയ മാങ്ങര പീസെല്ലാം ഇട്ടിട്ട് ಅವರು മാങ്ങര പുട്ടിത് നല്ല മാംഗോ ഫ്ലേവർ എല്ലാം നല്ല ഉണ്ടോ പിന്നെ ബീഫ് അത് നല്ല ടേസ്റ്റ് ചെയ്യുന്നത് ജണ്ടും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നത് ഈ ഒരു പുട്ടും പിന്നെ ബീഫും ചിക്കൻ ബിരിയാണിയും അതേപോലെ ಅವರು ദമ്മായിട്ടുള്ള ലഗോൺ ചിക്കൻ്റെ ബിരിയാണി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ಅವರು കോഴിക്കോട് സ്റ്റൈലിലുള്ള ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡെല്ലാം നല്ല ടേസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്താൽ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഇതാ ഞങ്ങൾ റൂമിൽ പോകുന്നു ഭർത്തായെ ഇനിമേ ഞങ്ങൾക്ക് ചായത്തേക്ക് പിന്നെ ചായ സ്നാക്സ് എല്ലാം ഓടിമേ ഉണ്ട് കണ്ടല്ലേ അവിടത്തെ സ്നാക്സും എടുത്തിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ റൂം പോകണ്ടേ അപ്പോൾ ഹസ്ബൻഡിന് ചായത്തേക്ക് എന്തെങ്കിലും സ്നാക്സ് വേണോ കാലി ചായ കുടിക്കില്ല കടിയില്ലാണ്ട് ചായ കുടിക്കില്ല അതും ബേക്കറി എല്ലാം ആവില്ല എന്തെങ്കിലും സ്നാക്സ് ഒന്നെങ്കിൽ ഞങ്ങൾ ഔത്തിലാക്കണം അതല്ലെങ്കിൽ ഇതുപോലത്തെ സ്നാക്സ് വേണം കാലി ചായ കുടിക്കില്ല അപ്പോൾ അതും എടുത്തിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ റൂമിൽ പോകണ്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിത്തോടേക്ക് കണ്ടറല്ല ഇന്നത്തെ വീഡിയോ അങ്ങനെ ആയിട്ടുണ്ട് കമൻറ്റ് ചെയ്തോರು ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും പേർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കോರು കമൻറ്റ് ആക്കോರು അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിಗೆ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കോರು ആരെങ്കിലും ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും